ഹായ് അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് നാടൻ രീതിയിലുള്ള നെയ്യപ്പമാണ് കേട്ടോ. നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് 250 ml കപ്പിൽ 2 കപ്പ് പച്ചരി നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെക്കണം. ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ട് 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അത് കുറേശ്ശായിട്ട് മിക്സിയുടെ ജാറിലേക്കിട്ട് 400 ഗ്രാം ശർക്കര ഉരുക്കിയത് അത് പാനിയാക്കിയിട്ട് തീരെ വെള്ളം ഒഴിക്കരുത് കേട്ടോ. അതിൽ അരച്ചെടുക്കണേൽ ഈ പാനിയിൽ വേണം അത് അരച്ചെടുക്കാൻ. ശർക്കരപ്പാനി കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായി അടിച്ചെടുക്കുക. ഒരു ചെറിയ തരിയോട് കൂടെ വേണം അടിച്ചെടുക്കാൻ. അത് അടിച്ചു വെച്ചതിന് ശേഷം മിക്സിയിൽ ഒരു 4 ടീസ്പൂൺ മൈദയും ഒരു 5 ഏലക്കായ, 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി അതൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ നന്നായി അടിച്ചെടുക്കുക. എന്നിട്ട് ഈ അരച്ച് വെച്ച പച്ചരിയിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. ശർക്കരപ്പാനി ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും ഒരു നുള്ള് സോഡാപ്പൊടിയും കൂടെ ഇടണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നെയ്യും 1 ടീസ്പൂൺ എള്ളും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. 2 മണിക്കൂർ വെച്ചതിന് ശേഷം ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് കേട്ടോ ഞാനത് പൊരിച്ചെടുത്തിട്ടുള്ളത്. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക ആദ്യം. എന്നിട്ട് വേണം വെളിച്ചെണ്ണ ഒഴിക്കാൻ. എന്നിട്ട് വെളിച്ചെണ്ണ നന്നായി ചൂടാക്കിയെടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടാക്കിയെടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഓരോ കയ്യിൽ മാവ് ചൂടായ വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് മെല്ലെ മെല്ലെ പൊന്തി വരും. പൊന്തി വരും. മറുവശം ബ്രൗൺ കളറാകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. ഇതിൻ്റെ അരികൊക്കെ നന്നായി മുരിഞ്ഞ് വരും കേട്ടോ. അരിക്ക് നന്നായി ബ്രൗൺ കളറാവുകയും ചെയ്യും. നടുഭാഗം നല്ല സോഫ്റ്റായിരിക്കും. കഴിക്കാനും ടേസ്റ്റാണ്. ഇതിൽ എള്ളും മധുരം എല്ലായിടത്തും നന്നായി പിടിച്ചിട്ടുണ്ടാവും. നമ്മൾ കലക്കി വെക്കുമ്പോൾ നന്നായി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോഴാണ് എല്ലാ ഭാഗത്തും ഇത് പിടിക്കുന്നത്. 2 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് കേട്ടോ പൊരിച്ചെടുക്കേണ്ടത്. അപ്പോൾ കണ്ടോ അതിൻ്റെ നടുഭാഗം ഇങ്ങനെ പൊന്തി വരുന്നത്. പൊന്തി കഴിഞ്ഞതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ കണ്ടോ നല്ല നാടൻ രീതിയിലുള്ള നെയ്യപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്തതാണ്. നല്ല ടേസ്റ്റുണ്ട് കഴിക്കാൻ. നല്ല ഭംഗിയുള്ള കളറും വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവരും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.